കുറച്ച് പാലൊഴിച്ചു. ഞാൻ അതിനകത്തേക്ക് ബണ്ണാണ്, സാധാരണ നമ്മുടെ ബണ്ണില്ലേ അത് ഞാൻ കീറിയിട്ടു. ഞാൻ ഈ ഒരു കപ്പ് പഞ്ചസാരയും ഇടുന്നുണ്ട്. ഇപ്പം ഇത്രയും പഞ്ചസാര വേണം, അപ്പം അതാണ് ഇട്ടേക്കണം. നമുക്കിനി ഇത് പാലും ഈ ബണ്ണും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാവേ. ബണ്ണും പാലും പഞ്ചസാരയും കൂടി നല്ലോണം കുറുകി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 3 മുട്ട പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് വയ്ക്കാവേ. നമുക്ക് ഇനി കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ബട്ടർ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഈ കാരമിൽ നമുക്ക് സിറപ്പ് അതിനകത്തേക്ക് ഒഴിക്കാം. നമുക്ക് ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഒഴിക്കാവേ. കുറച്ച് മതി, നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ടുണ്ട്, നമുക്ക് എല്ലാം ഇതുണ്ടല്ലോ, ഇത്തിരി ഒരു ടേസ്റ്റിന് വേണ്ടി. നമുക്ക് ഈ ബണ്ണും പാലും പഞ്ചസാരയും കൂടി ഒരുമിച്ച് വെച്ചേക്കുന്നത് നമുക്കൊന്ന് മിക്സിയിലിടാവേ. നമുക്ക് കാരമൽ സിറപ്പ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. വെച്ച ഇത് നമുക്കങ്ങോട്ട് ഒഴിക്കാം. ഈ ബണ്ണും പാലും മുട്ടയൊക്കെ. ഇനി നമുക്ക് ആവിയിൽ നമുക്കത് വേവിച്ചെടുക്കാം. ഒരു അരമണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റ് ഒക്കെ മതിയായിരിക്കും. അടിപൊളിയാണെന്ന് തോന്നുന്നു. വായിലിട്ടത് അടുത്ത് പോയി ഗൈസ്. അടിപൊളി സാധനം. നിങ്ങൾ എന്തെങ്കിലും പറയാം, സാധനം കഴിച്ചു നോക്കണം, റെഡിയാക്കി നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി എൻ്റെ ഇളയ മോക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. എങ്ങനെയാണെന്ന് നോക്കി. ഓ സൂപ്പർ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. സെറ്റ്.